ശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹിക്കപ്പെട്ട അത്ഭുതങ്ങളുടെ ഒരു ഡിസംബർ മാസം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദിനംതോറും കേൾക്കുന്ന സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും ദൈവത്തിൽ ഉറപ്പിച്ചു നിർത്താനും കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളിലേക്കും കർത്താവിൻ്റെ വഴികൾ നിങ്ങളുടെ കുടുംബത്തിലേക്കും കൊണ്ടുവരുവാനും ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് നിങ്ങൾ ഈ സന്ദേശങ്ങൾ അയച്ചു കൊടുക്കുന്നു. അവർക്ക് വിടുതൽ പ്രാപിക്കുന്നത് ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പുതിയ മാസത്തിൻ്റെ ആദ്യ ദിവസം പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ദൈവികമായ അത്ഭുതങ്ങളെ നിങ്ങൾ കാണുന്ന ഒരു മാസമായി തീരും. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞേ. അമേൻ. കർത്താവ് എനിക്ക് നൽകിയ സന്ദേശത്തിൽ ആ ഒരു ദൂത് ഈ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ഒരു സംഭവമാണ്. അതിൻ്റെ 35 മുതലുള്ള ഭാഗങ്ങളിൽ യായിറോസിൻ്റെ ഭവനത്തിലേക്ക് യേശു വരുമ്പോഴുള്ള സംഭവമാണ്. യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയായ ഭക്തനായ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ വലിയ ഒരു അത്യാഹിതമുണ്ടായി. ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു മകൾ മരിച്ചു പോവുകയാണ്. 12 വയസ്സിൽ മരിച്ചുപോയൊരു സംഭവം. എന്നാൽ ദീനമായി കിടന്നപ്പോൾ യേശുവിനെ ക്ഷണിച്ചതാണ് പ്രാർത്ഥനയ്ക്കായി. നീ വന്ന് എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിലായിരിക്കുന്നു, അവളുടെ മേൽ കൈവച്ച് സുഖമാക്കണമെന്ന് പറഞ്ഞ് യേശുവിനെ ക്ഷണിച്ചതാണ്. യേശു പോകാൻ കൂട്ടാക്കി. യാത്രയുടെ നടുവിൽ വെച്ച് അവൻ്റെ ഭവനത്തിൽ നിന്ന് ആളുകൾ വന്ന് പറഞ്ഞു, ഇനി യേശുവിനെ ബുദ്ധിമുട്ടിക്കണ്ട, ഗുരുവിനെ അസഹ്യമാക്കണ്ട, നിന്റെ മകൾ മരിച്ചുപോയി. ഹല്ലേലൂയ. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഹൃദയം തകർന്നു നിൽക്കുന്ന ആ പിതാവിനെ നോക്കി, ആ പള്ളിപ്രമാണിയായ ഭക്തനായ മനുഷ്യനെ നോക്കിയിട്ട് യേശു പറഞ്ഞ വാക്കാണ് ഇന്ന് കർത്താവ് നൽകിയ വചനം. 36-ാം വാക്യം. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നത് അത് തന്നെയാണ്. വേദനപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന സംഭവങ്ങളും വാർത്തകളും നിങ്ങളുടെ കാതുകളിൽ എത്തുമ്പോൾ ഈ 2025 ഈ അവസാനത്തെ മാസത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുകയാണ്, ഭയപ്പെടുത്തുന്ന വാക്കുകളെ കേൾക്കണ്ട, സംശയിപ്പിക്കുന്ന വാക്കുകളെ കേൾക്കണ്ട, യാഥാർത്ഥ്യങ്ങളായതൊന്നും കേൾക്കണമെന്നില്ല. പക്ഷെ ദൈവം പറയുന്നത് വിശ്വസിച്ചു. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ജീവനില്ല എന്ന് പറഞ്ഞത് നഷ്ടമായി, കൈവിട്ടുപോയി, ഇനി നോക്കണ്ട എന്ന് പറഞ്ഞ കേസിനെ ഈ 12-ാം മാസം ദൈവം തിരികെ കൊണ്ടുവരുവാൻ പോകുകയാണ്. മടക്കി നിങ്ങളുടെ കരങ്ങളിൽ തരാൻ പോകുകയാണ്. അത് ആമേൻ പറഞ്ഞേ. ആമേൻ. പക്ഷെ അവിടെ സംഭവിക്കേണ്ട കാര്യം, യേശു ആ മനുഷ്യനോട് പറയുകയാണ്, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, വേറൊന്നും ചെയ്യണ്ട. വേറൊന്നും ചെയ്യാൻ പറ്റുകയില്ലല്ലോ. ഹല്ലേലൂയ. യേശു ശിഷ്യന്മാരെ, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ആ ഭവനത്തെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങി ആ ഭവനത്തിലെത്തിയപ്പോൾ ആരവാരങ്ങൾ, നിലവിളിക്കുന്നവർ ഒക്കെ ഉണ്ട്. യേശു അവരോട് പറഞ്ഞു, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന ജനം പരിഹസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പരിഹസിച്ചു. അവിടെ കരഞ്ഞവരെയും പുറത്താക്കി, പരിഹസിച്ചവരെയും പുറത്താക്കി. ഹല്ലേലൂയ. കരഞ്ഞവരെയും പുറത്താക്കി, പരിഹസിച്ചവരെയും പുറത്താക്കി. ഇത് 2 ഭാഗം ഓർക്കണം. പരിഹസിച്ചവരെന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങൾ അറിയാവുന്നവരാണ്. മരിച്ച കാര്യം മരിച്ചു തന്നെയാണ്, അത് ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളതാണ്. നാട്ടുനടപ്പനുസരിച്ച് അറിയാവുന്നവരാണ്, പാരമ്പര്യങ്ങളുള്ളവരാണ്, തിരിച്ചറിവുള്ളവരാണ്. പക്ഷേ അവർ യേശുവിനെ പരിഹസിക്കുക. ഞാൻ പറയാം, ഒരു അത്ഭുതം നടക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ അറിവ്, നമ്മുടെ ജ്ഞാനം, റിപ്പോർട്ടുകൾ, യാഥാർത്ഥ്യങ്ങളാണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് ഒരിക്കലും യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ല, സത്യവുമായിട്ടേ ബന്ധമുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ദേഹത്ത് ആ രോഗം കാണും, അത് രോഗമാണ്. ആ രോഗത്തിലുണ്ടാകുന്ന ഇഫക്റ്റുകൾ ഇങ്ങനെയൊക്കെയാണ്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ കർത്താവ് പറയുന്നു, ഇല്ല, നീ സൗഖ്യമാകാൻ പോകുക, ആ രോഗം എന്നേക്കുമായി നീ നിന്റെ ദേഹത്തില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുക. അതാണ് സത്യം. ആ യാഥാർത്ഥ്യത്തെക്കാൾ അപ്പുറമായി നിൽക്കുന്ന സത്യത്തിലേക്ക് വരാൻ ഇടയായിത്തീരും. അവിടെ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. അപ്പൊ യേശു പറഞ്ഞ വാക്ക് കേട്ടോ, ഇല്ല, കുട്ടി മരിച്ചിട്ടില്ല. അതിന്റെ പേരാണ് വിശ്വാസം. കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുക അത്രേ. ആരാ പരിഹസിക്കാത്തത്? പക്ഷെ ദൈവത്തിൽ വിശ്വാസമുള്ള ആള് പറയും. ഒരു അപ്പനോട് പറയാണ്, അപ്പനോട് ആ വാക്ക് പറയുന്നതെങ്കിൽ അപ്പൻ വിശ്വസിക്കും. കാരണം എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ലെന്ന് തന്നെ പറഞ്ഞല്ലോ, മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാട്ടുകാർ പറയും, അത് എന്നേ മരിച്ചത്, എപ്പോഴേ മരിച്ചതാ. ആമേൻ. കർത്താവ് പറയുന്നു, നിങ്ങളുടെ
കുട്ടി, നിങ്ങളുടെ തലമുറയുടെ പ്രശ്നം, നിങ്ങളുടെ ഭാവി, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നിങ്ങളുടെ വിടുതൽ അത് മരിച്ചിട്ടില്ല, അത് സ്ലീപ്പിംഗ് സ്റ്റേജാണ്. ദൈവം അതിനെ ഉണർത്താൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഡിസംബർ മാസത്തിൽ ആ ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകും. ഏറ്റവും സങ്കടകരമായ, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇനി ജയിക്കില്ല, ഇനി ജീവിക്കില്ല എന്ന് പറയുന്ന ഏറ്റവും സങ്കടകരമായ വിഷയത്തിൽ ദൈവം ഒരു ഉയർപ്പ് കൽപ്പിക്കും. ആമേൻ. പക്ഷേ പരിഹസിക്കുന്നവരും അഭിപ്രായം പറയുന്നവരും മെന്റർമാരായിട്ടുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തണം. യേശുവിനെ മാത്രം മുറുകെ പിടിച്ചണം. ഈ 30-31 ദിവസം കർത്താവിനോടൊന്ന് പറ്റിയിരുന്ന് ദൈവശബ്ദം കേട്ട് അത് തന്നെ നടക്കുമെന്ന് പറയാൻ. ഹല്ലേലൂയ. ഒന്ന് തയ്യാറായിക്കോ. ചില റിപ്പോർട്ടുകളെല്ലാം മാറ്റി വെച്ചിട്ട്, ഇല്ല അതൊക്കെ മാറട്ടെ, എൻ്റെ യേശു പറഞ്ഞത് ഞാൻ വിശ്വസിക്കുകയാണ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ ജീവിക്കും, അത്ഭുതം നടക്കും. ഹല്ലേലൂയ. പരിഹസിച്ചവരെ പുറത്താക്കി, അറിവുള്ളവരെ പുറത്താക്കി. രണ്ടാമത് പുറത്താക്കിയത് കരയുന്നവരെയും വിലപിക്കുന്നവരെയാണ്. അവർ പരാതിക്കാരാ, അല്ലെങ്കിൽ അവർ സെന്റിമെന്റല്ല, അവർ ബന്ധമുള്ളവരാ, ബന്ധക്കാരാ, സ്വന്തക്കാരാ. പോയത് പോയല്ലോ, അനിയെ തിരിച്ചു വരത്തില്ലല്ലോ എന്നുള്ള ചിന്തയാണ്. അതിനകത്ത് വിശ്വാസമില്ല. അവർക്ക് അവർക്ക് സ്നേഹമുണ്ട്, കരുതലുണ്ട്, പക്ഷെ വിശ്വാസമില്ല. അവർ കരയുന്നവരാ. എപ്പോഴും കരയുന്നവരെ കൊണ്ട് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റില്ല. വിശ്വസിക്കാൻ തയ്യാറാകണം. വിശ്വസിക്കാൻ പറയുമ്പോൾ വിശ്വസിക്കണം. വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കരുത്. ഹല്ലേലൂയ. ആ കരച്ചിൽ, ഞാൻ പറയാം, ഈ ഡിസംബർ മാസം നിങ്ങൾ കരയാനുള്ള മാസമല്ല. കഴിഞ്ഞ 11 മാസം കരഞ്ഞു പലതിനെ ഓർത്ത് നിങ്ങളെ കരയിപ്പിച്ചവരുമുണ്ട്. പക്ഷെ അവിടെ നിന്ന് കരഞ്ഞ് ആ ഭാഗത്ത് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ വചനം പറയാനും കർത്താവ് പറയുന്ന വാക്കുകളെ വിശ്വസിച്ച് ഏറ്റു പറയാനും തയ്യാറാകണം. ഹല്ലേലൂയ. സാഹചര്യം ഓർത്താൽ കരഞ്ഞു പോകും. ബന്ധം വിട്ടുപോയത് ഓർത്താൽ കരഞ്ഞു പോകും. കുഞ്ഞിനെ കണ്ടാൽ മുഖം നോക്കിയാൽ കരഞ്ഞു പോകും. അത് സ്നേഹമുള്ളവരാ, കരുതലുള്ളവരാ. പക്ഷേ ഒരത്ഭുതം നടക്കണമെങ്കിൽ കരഞ്ഞതുകൊണ്ടായില്ല. കൽപ്പിക്കുന്നത് വിശ്വസിക്കാൻ തയ്യാറാകുക. കർത്താവ് പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറാകുക. കരയുന്നവരെയും പുറത്താക്കി, വിലപിക്കുന്നവരെയും പുറത്താക്കി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒത്തിരി സ്നേഹമുള്ളവരും പല കാര്യങ്ങളും നമ്മൾ അഭിപ്രായം പറയും. പക്ഷെ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഭക്തന്മാർ പറയുന്ന വചനം വിശ്വസിക്കണം. ഹല്ലേലൂയ. ആ ദൂത് ഏറ്റെടുക്കണം. നിങ്ങളുള്ള സ്പെഷ്യൽ ദൂത് നിങ്ങൾ ഏറ്റെടുക്കണം. ഒരത്ഭുതം നടക്കും. കരയുന്നവരെ പുറത്താക്കി. അപ്പനെയും അമ്മയും അല്ലാതെ വേറെ ആരെയും കയറ്റിയില്ല. ആരാണ് അപ്പനും അമ്മയും? എൻ്റെ കുഞ്ഞ് ഒരിക്കലും മരിക്കരുതെന്ന് ചിന്തിക്കുന്നവരാ. ഹല്ലേലൂയ. അവർ വിശ്വസിച്ചു പോകും. ആമേൻ. അതെ, വിശ്വാസം എന്ന് പറയുന്ന ദൈവിക പദ്ധതിക്ക് ചേരുന്നത് മാത്രം നിങ്ങളുടെ കാതുകളിൽ എടുക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുക, ബാക്കിയുള്ളതെല്ലാം പുറത്താക്കുക. അതാണ് ദൂത്. ആ കാര്യങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ പറയാം, ഈ അടുത്ത ദിവസങ്ങൾ, ഈ ഒരു മാസത്തിനകത്ത് നിങ്ങൾ വിശ്വാസത്തിന് ചേരാത്ത മുഴുവൻ കാര്യങ്ങളും ക്യാൻസൽ ചെയ്യുക. ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ നാളുകളായി കാത്തിരിക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നതിന് ചേരാത്ത എല്ലാ സ്വഭാവങ്ങളും, ജഡസ്വഭാവങ്ങളാകട്ടെ, പ്രവർത്തനങ്ങളാകട്ടെ, ദൈവഹിതമല്ലാത്ത ഇടപാടുകളാകട്ടെ, ദൈവത്തിന് ചേരാത്ത എല്ലാ കാര്യങ്ങളും പുറത്താക്കുക. ഞാൻ ഒന്നുകൂടെ കയറ്റി പറയാം. നീയും നിന്റെ മക്കളും എന്ന് എലീശ പ്രവാചകൻ പറഞ്ഞതുപോലെ മുറി അടച്ച് പ്രാർത്ഥിക്കുക, പകരുക. ഹല്ലേലൂയ. ആമേൻ. വേറെ ആരെയും കയറ്റണ്ട. നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഒരത്ഭുതം കാണും. ദൈവം ചെയ്യും. കർത്താവാണ് ഈ വാഗ്ദത്തം പറയുന്നത്. നിങ്ങൾ കയറിയിരിക്കുക, പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെല്ലാം പുറത്താക്കി. അവരോട് വിരോധം ഉള്ളതുകൊണ്ടല്ല, പക്ഷെ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ അവിടെ കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. ഹല്ലേലൂയ. അത് ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ, അതെ ഉറങ്ങുകയാണ്, എഴുന്നേൽക്കുമെന്ന് പറയാനുള്ള ആരും അവിടെ ഇല്ല. അങ്ങനെയുള്ളവർ മാത്രം നിൽക്കട്ടെ, ബാക്കിയുള്ളവർ മാറി നിൽക്കട്ടെ. ബാക്കിയുള്ളവർ പോകുമൊന്നും വേണ്ട. അവർ അത്ഭുതം കാണുമ്പോൾ അവർ വന്ന് ദൈവത്തെ സ്തുതിക്കാനുള്ളവരാ, അവർ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളവരാ. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഒരത്ഭുതം കണ്ടാൽ അവർ വിശ്വസിക്കുന്നവരാ. പക്ഷെ ആ അത്ഭുതം കാണണമെങ്കിൽ അവരുടെ ഇന്നത്തെ വിശ്വാസം കൊണ്ട് പറ്റില്ല. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ കരയുന്നതും നിങ്ങൾ വിലപിക്കുന്നതും നിങ്ങൾ പ്രാർത്ഥിച്ചതും നിങ്ങൾ തകർന്നതൊക്കെ ദൈവം അറിയുന്നുണ്ട്. പക്ഷെ അവിടെ നിൽക്കാതെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. 4 ദിവസമായി നാറ്റം വെച്ച കേസാണെങ്കിലും വാർത്ത പറയുന്നുണ്ട്, കർത്താവെ നാറ്റം വെച്ചു, ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ, നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് നിന്നോട് പറഞ്ഞില്ലയോ എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യത്തിൽ പറയുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞില്ലയോ? ഇന്ന് ഈ ദൂത് പറയുമ്പോൾ കഴിഞ്ഞ 11 മാസത്തിനിടയിൽ എത്ര പ്രാവശ്യം കർത്താവ് പറഞ്ഞു? വീണ്ടും നമ്മൾ സംശയിക്കുകയാണോ? വേണ്ട, സംശയിക്കേണ്ട. നഷ്ടപ്പെട്ടു പോയ
കല്ല് മൂടിക്കളഞ്ഞ, മണ്ണും ചാരവും മൂടിക്കളഞ്ഞ പ്രതീക്ഷകളെ ഒരു വാക്കുകൊണ്ട് പുറത്തു വരുത്തുവാൻ, പുതിയ ജീവൻ പ്രാപിച്ച ആരോഗ്യ ശക്തിയുള്ള വ്യക്തിയാക്കി പുറത്തു കൊണ്ടുവന്ന് സമൂഹത്തിൽ ജനത്തിന് നടുവിൽ ഭക്ഷണത്തിലിരുത്തുവാൻ, പന്തിക്കിരുത്തുവാൻ ശക്തിയുള്ളൊരു ദൈവമാണ്. അവൻ അധികാരമുള്ളൊരു കർത്താവാണ് പറയുന്നത്. നീ വിശ്വസിക്കേ. ഹല്ലേലൂയ. ഇനി ഒരുപാട് ജീവിക്കാനുണ്ട്, ഒരുപാട് നന്മ പ്രാപിക്കാനുണ്ട്, ഒരുപാട് സന്തോഷിക്കാനുണ്ട്, ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിന്റെ മകൾ ജീവിക്കും, നിന്റെ പ്രതീക്ഷകൾ ജീവിക്കും, നിന്റെ തലമുറയുടെ മറുപടി അത് ജീവൻ വെക്കും. ആമേൻ. പ്രാർത്ഥനയുടെ മറുപടി അത് ജീവൻ വെക്കും. മറ്റുള്ളതെല്ലാം മാറ്റിക്കളയുക. പ്രിയ കർത്താവേ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവേ, പ്രാർത്ഥിച്ചിട്ടും യേശുവിനെ വിളിപ്പിച്ചിട്ടും ഇപ്പോൾ അതിലും വലിയ പ്രതികൂലമാണല്ലോ വന്നത്. രോഗമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത് മരണമായി മാറിയല്ലോ എന്ന് ചിന്തിക്കുന്ന, പ്രതിസന്ധി കൂടിയല്ലോ എന്ന് ചിന്തിക്കുന്ന ഈ മക്കളുടെ വിഷയത്തിൽ അത്ഭുതം നടക്കാനുള്ള സമയം വന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച് സ്തോത്രം ചെയ്തു. കർത്താവെ, ഒഴിവാക്കേണ്ടതിൽ ഒഴിവാക്കി കർത്താവിൻ്റെ വാക്കുകളെ മാത്രം വിശ്വസിച്ച് അത്ഭുതം കാണുവാനിടയാകട്ടെ. കർത്താവ്, ഒരു അത്ഭുതം നടക്കട്ടെ ഈ മക്കളുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ, അവരുടെ പ്രശ്നങ്ങളിൽ, അവരുടെ വിഷയത്തിൽ. ദൈവത്തിൻ്റെ ഇടപെടൽ, ശക്തമായ ഇടപെടൽ, ദൈവത്തിൻ്റെ ശബ്ദം സ്വീകരിച്ച് ആ അത്ഭുതം വിളിച്ചു വരുത്തട്ടെ. അത് ചെയ്യാൻ അധികാരമുള്ളവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ അവിശ്വാസവും സംശയങ്ങളെല്ലാം പുറത്താക്കി കർത്താവിൻ്റെ വാക്കുകളെ മാത്രം ചേർത്ത് പിടിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ, ഈ മക്കളുടെ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായി സ്തോത്രം. ഈ ഡിസംബർ മാസം ഇവരുടെ ജീവിതത്തിന് നന്മയുടെ മാസമാകട്ടെ, വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന മാസമാകട്ടെ, അത്ഭുതങ്ങൾ കാണുന്ന മാസമാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് വൻ കാര്യങ്ങളെ നിങ്ങൾ ചെയ്യും. കർത്താവിന് വേണ്ടി കൂടുതൽ നിങ്ങൾ നിൽക്കും, കൂടുതൽ പ്രയോജനപ്പെടുവാൻ ദൈവം ഇടയാക്കും. ഈ സന്ദേശം നിങ്ങൾ പങ്കുവയ്ക്കുക. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ beautiful and wonderful December.